താൻ ഈ ഫിലിമിലേക്ക്, അതായത് ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു ടിക്കറ്റ് എടുത്ത് താൻ മലയാളം സിനിമയ്ക്കകത്തോട്ട് പോകുന്നു. ആ യാത്ര, അവിടെ ആ ഒരു യാത്രയുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞു. എവിടെ നിന്നാ ടിക്കറ്റ് എടുത്ത്, ആരാ എടുത്ത് തന്നെ? എനിക്ക് ആക്ച്വലി ഇതിനു മുമ്പേ ഞാനൊരു മൂവി ചെയ്തിരുന്നു. അതെനിക്ക് കുറച്ചൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു രീതിക്കല്ല, ഞാൻ അഭിനയിക്കാൻ പോയി, പിന്നെ അത് സ്ക്രീനിലും വന്നില്ല. ഞാൻ ഭയങ്കര വയ്യാണ്ടാണ് പോയത്, ഹോസ്പിറ്റലൈസ്ഡ് ആയി. അതൊക്കെ കഴിഞ്ഞിട്ടും എൻ്റെ ആ സ്ക്രീനിൽ വന്നില്ല, ഒന്നും വന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ ഈ പരിപാടിക്ക് പോകണ്ടെന്നുള്ളതും ഞാനും അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് വന്നത്. പിന്നെ ഞങ്ങൾ പൊതുവെ എല്ലാവരും അമ്മയ്ക്കും അച്ഛനൊക്കെ ഈ കല എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒന്നും വിടില്ല, ഞാൻ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് പറയും എപ്പോഴും. അപ്പം ഞാൻ അതുപോലെയാണ് ആ സെക്കൻഡ് ക്ലാസ് യാത്രയുടെ ഓഡീഷന് പോയത്. എന്നെ ഒരു ഫിറോസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ വിളിച്ച് പറഞ്ഞു, ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി ഡയറക്ടേഴ്സിനെ കണ്ടു. കാര്യം എനിക്ക് അതിലൊരു പാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് അവർ തന്ന ആ ഒരു ഓപ്പണിങ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, എല്ലാവരും ചോദിച്ചു തുടങ്ങി, നീ ആണല്ലേ അതിലെന്ന്. ഒരു പാട്ടിൽ മാത്രമേ അത് ചോദിച്ചു തുടങ്ങിയപ്പോൾ ഐ ഫെൽറ്റ് ഓക്കെ, അതിനൊരു വാല്യൂ അവർ കൊടുത്തു. ഞാൻ ചെയ്തതിന് ഞാൻ വളരെ കുറച്ചേ ഉള്ളൂ, ഒരാഴ്ചത്തെ ഷൂട്ട് പോലും എനിക്കുണ്ടായിരുന്നില്ല, അത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അവരെനിക്ക് തന്ന ഒരു വാല്യൂ കാരണമാണ് ഞാൻ പിന്നീട് ഓക്കെ ഫൈൻ, ഇതിലേക്ക് ഇനി വന്നാലും ഐ കൻ ഗോ ഫോർ ഇറ്റ്, എല്ലാം ഒരേമാതിരി അല്ല എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ട് ഞാൻ വീണ്ടും തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ താൻ എപ്പോഴാണ് ഡിസിഷൻ എടുത്തത് ദാറ്റ് യു വാണ്ട് ടു ബിക്കം ആൻ ആർട്ടിസ്റ്റ്? അപ്പോഴും ഞാൻ ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. ഐ വാണ്ട് ടു ബിക്കം ആൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഡിസിഷനെക്കാട്ടിലും എനിക്ക് കിട്ടുന്ന ചാൻസുകളൊന്നും കളയണ്ടെന്നുള്ളതായിരുന്നു മനസ്സിൽ എപ്പോഴും, ഏതിനാണെങ്കിലും. അങ്ങനെ എൻ്റെ മാമാണ് ഉണ്ണിമായ മാം എന്ന് പറഞ്ഞ്, എൻ്റെ ആർക്കിടെക്ചർ മാമാണ്, ശ്യാം പുഷ്കറിൻ്റെ വൈഫാണ്. അപ്പോൾ ഉണ്ണിമായ മാം ഇങ്ങനെ എല്ലാവർക്കും, ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഗേൾസിനൊക്കെ മെസ്സേജ് അയച്ചു, ഇതുപോലെ ഒരു ഓഡീഷൻ ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഐ വെൻറ്റ് ഫോർ ദി ഓഡീഷന് പോയപ്പോൾ ഇനീഷ്യലി എനിക്ക് അതല്ലായിരുന്നു എൻ്റെ ക്യാരക്ടർ ഫിക്സ് ചെയ്തിരുന്നത്, വേറൊരു ക്യാരക്ടറിലേക്കായിരുന്നു ഓഡീഷൻ. രണ്ടാമതൊരു ഓഡീഷൻ ഫിലിം ചെയ്യാൻ പോകുന്നതിന് മുന്നേ രണ്ടാമതൊരു ഓഡീഷൻ കഴിഞ്ഞു, ശരി ബൈ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. ഒരു മാസം ഷൂട്ട് തുടങ്ങണ വരെ പാർലറിൽ പോകരുത്, ഒന്നും ചെയ്യരുത്. സോ ദാറ്റ്സ് വൈ ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ഓൾറെഡി കുറച്ച് കറുത്തിട്ടായിരുന്നു എന്ന് പറഞ്ഞത്, ബിക്കോസ് ഞാൻ ഒന്നും ചെയ്യാൻ അലൗഡ് അല്ലായിരുന്നു. ഒന്നും ചെയ്യാൻ പാടില്ല, നീ എങ്ങനെയാണോ ലൈക്ക് വെരി റോ ഫോം എന്നെ വേണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പേ ആണ് എന്താണ് എൻ്റെ ക്യാരക്ടർ എന്നും ഇതാണ് സിനിമ, ഫഹദ് ഫാസിലിന്റെ ഹീറോയിൻ ആണ് നീ എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. സോ എക്സൈറ്റഡ്. അപ്പോഴും ഷൂട്ട് തുടങ്ങുമ്പോഴൊന്നും അറിയണ്ടായിരുന്നില്ല മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ മാതിരി എനിക്കൊരു എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ പോലും ഉണ്ടായിരുന്നില്ല. ബട്ട് ആഫ്റ്റർ ദാറ്റ് മഹേഷ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഐ ഫെൽറ്റ് ഇതെനിക്ക് കിട്ടിയൊരു ഭാഗ്യ, ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ ഞാൻ അത് ഇനിയും തുടർന്നുകൊണ്ട് പോകണം എന്ന് തോന്നിയത് ഇസ് ആഫ്റ്റർ മഹേഷ്. അപ്പൊ ഈ ക്യാരക്ടർ തന്നെ ഇത്രയും റീച്ച് ആയി. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടറിനെ പറ്റി മോളെ കൂടുതൽ അതിനെ ഇൻവോൾവ് ചെയ്ത് ആസ് എ ഡയറക്ടറാണ്. അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു തന്നു? വാട്ട് ഓൾ ദ മൈന്യൂട്ട് തിങ്സ്? ഞാൻ പറഞ്ഞ മാതിരി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഇതുവരെ മഹേഷിന്റെ പ്രതികാരത്തിന് കണ്ടിട്ടില്ല. ഇതുവരെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. എന്നെയും ലിജോ മോൾ സോണിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും ഇരുത്തി ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതാണ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തന്നു. ബട്ട് വാട്ട് സർപ്രൈസ്ഡ് മീ വാസ് ദാറ്റ് എൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായില്ല, ചേട്ടൻ സൂപ്പറാന്ന് പറയുന്ന ഡയലോഗ്, അങ്ങനത്തെ ഒരു 2-3 സീനുകളുണ്ട്. അത് ഹി വാസ് വെരി ക്ലിയർ ദാറ്റ് ഇത് നീ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് ആ കഥ പറയുമ്പോൾ തന്നെ വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. അതെനിക്ക് ഭയങ്കര അത്ഭുതമുള്ള ഒരു കാര്യം. എനിക്ക് ഒരു സ്ക്രിപ്റ്റും ഇല്ല, ഒന്നും കണ്ടിട്ടുമില്ല, പക്ഷേ ഹി വാസ് ഡാം ക്ലിയർ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അത് മൂവി കഴിഞ്ഞ് വന്നപ്പോഴും എൻ്റെ ആ ഒരു ചേട്ടൻ സൂപ്പറാന്നുള്ളൊരു ഡയലോഗ് ഭയങ്കര ഹിറ്റ് ചെയ്തു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്തൊരു പാട്ട് പാടിയില്ലേ താന്? ഞാൻ നേരത്തെ ചോദിച്ചതാണ്, ആ പാട്ടൊന്ന് പാടിയേ. മൗനങ്ങൾ മിണ്ടുമൊരേ നേരത്ത്, മോഹങ്ങൾ പെയ്യുമൊരേ തീരത്ത്, ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനിതളിലറിയ ശലഭമായി വാരവായി, ഇന്നെഞ്ചം നീലാകാശം. അത് കഴിഞ്ഞിട്ട് മോക്ക് വല്ല പാട്ട് പാടാനുള്ള ഓഫേഴ്സ് വന്നു? അത് കഴിഞ്ഞിട്ട് എനിക്ക് പാവാന്ന് പറഞ്ഞ പടത്തിൽ പാടാനായിട്ട് വിളിച്ചിരുന്നു. ആനന്ദ് മധുസൂദനായിരുന്നു അതിന്റെ മ്യൂസിക് ഡയറക്ടർ. അതും വിജയ് ചേട്ടന്റെ കൂടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുത്തശ്ശി ഗതയിൽ പാടി. അപ്പൊ മോൾ എങ്ങനെ വളർന്നെല്ലാം വരുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും മോൾ എന്നാ ആവാൻ ആഗ്രഹിച്ചത്? അവര് പാട്ടുകാരി ആവാനാണ് ആഗ്രഹിച്ചത്. അതെ, ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇപ്പൊ പാട്ടുകാരി എപ്പോഴും നീ പാട്ട് വിടരുത്, നീ എങ്ങനെയെങ്കിലും പാട്ട് പിടിച്ചു തീർക്കണം.
ഞങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് നോക്കി. ഇപ്പൊ ഡാൻസ് ആയിട്ട് പോകണോ, അപ്പോൾ കലാക്ഷേത്രം അങ്ങനെ പോകണോ, അല്ലെങ്കിൽ പാട്ടായിട്ട് പോകണം. അപ്പം എനിക്ക് ആർക്കിടെക്ചർ ഇഷ്ടമാണ്. ഞാൻ പൊതുവെ ഈ വീഡിയോകളൊക്കെ കണ്ടാൽ ഞാൻ ഭയങ്കര ഒബ്സർവ് ചെയ്യും, അതങ്ങനെ നല്ല വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വീടുകളോടും അതിന്റെ ഡിസൈനോടും കുറെ കാലം തൊട്ടിട്ടുണ്ട്, ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആർക്കിടെക്ചർ പോവാം. പിന്നെ ആർക്കിടെക്ചർ ഇസ് വെരി ക്രിയേറ്റീവ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ ആക്ടിങ്, സിംഗിങ് പോലെ തന്നെ നമ്മൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു വിൽ എൻജോയ് ഇറ്റ്. നല്ല പണിയാ. പക്ഷെ എനിക്ക് തോന്നുന്നു മേ ബി യു ക്യാൻ ഡു ഇറ്റ് മോർ ബെറ്റർ, ബിക്കോസ് ഒരു ആർട്ടിസ്റ്റും കൂടി ആകുമ്പോഴത്തേക്ക് ഈ ക്രിയേറ്റീവ് മനസ്സ് ഒരുപാട് വരും. ഞാൻ കണ്ടേക്കുന്നതിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീട് നമ്മുടെ കുഞ്ചേട്ടന്റെ വീട് കണ്ടിട്ടുണ്ടോ? ഇതില് കണ്ടിട്ടുണ്ട്. കുഞ്ചേട്ടൻ ഈസ് നോട്ട് ബേസിക്കലി ഈസ് നോട്ട് ആൻ ആർക്കിടെക്ട്, നത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ നമ്മൾ കുഞ്ചേട്ടന്റെ വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ചെറിയ മൂല വരെ ഇല്ലേ അതുവരെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കും. ബിക്കോസ് ഒരു പ്രോപ്പർട്ടി കൊണ്ട് വെച്ചിരിക്കുന്ന പോലും അത്ര ക്യൂട്ടായിട്ടാണ്. റിയലി ഞാൻ പറയുന്നത് ശരിക്കും ആർക്കിടെക്ചർ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു റെഫറൻസ് ആണ് ആ വീട്. ശരിക്കും യു ക്യാൻ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഐഡിയ. മേ ബി പ്രൊഫസറായിട്ട് കുഞ്ചേട്ടനെ കൊണ്ടുപോയാൽ പോലെ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് നോളജ്. അത്ര നല്ലതായിട്ട് അത് ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു സംഭവം ആർക്കിടെക്ചറിനെ നല്ലോണം അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾക്കിപ്പോൾ മൂവീസിലാണെങ്കിലും വി ടേക്ക് കെയർ ഓഫ് ലിറ്റിൽ തിങ്സ് വി ഡു, കുഞ്ഞ് ആക്ഷൻസ് വരെ ബാധിക്കും. അതുമാതിരി തന്നെ നമ്മൾ നല്ലോണം റിഫ്ലക്ട് ചെയ്യും ഈ ആർക്കിടെക്ചറിലാണെങ്കിലും.